ഓരോ സാധനം കാണുമ്പോഴും ഇതിൽ എംബ്രോയ്ഡറി ചെയ്താൽ എന്താന്ന് ഇങ്ങനെ തോന്നും. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് ചെയ്യും. ഇന്നിപ്പോൾ കൈ കിട്ടിയത് ഈ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിലങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു. മഷി ഇല്ലാത്ത പെണ്ണുകൊണ്ട് ആ ഡിസൈനൊക്കെ ഒന്ന് വരഞ്ഞ് നമ്മുടെ നീഡിലുണ്ട് അതൊക്കെ ഒന്ന് കുത്തി കൊടുത്തു. അതിനുശേഷം എന്താ, നമ്മുടെ മെയിൻ നമ്മുടെ ത്രെഡ് എടുക്കുക. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 2-3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ ഡിസൈനാണ് എൻ്റെ മനസ്സിൽ. എന്താ നോക്കാം. അങ്ങനെ സൂചിയിൽ നൂലൊക്കെ കോർത്ത് ഞാൻ പരിപാടി തുടങ്ങി. കുറച്ച് കഷ്ടപ്പെട്ടു. ആ ഫോട്ടോ കീറാതെ നമുക്കിങ്ങനെ സൂചി വെച്ച് തുന്നിയെടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. നമ്മുടെ കൊറോണ ടൈമിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എംബ്രോയ്ഡറി അറിയാമെന്നെങ്കിലും നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാറേ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ എംബ്രോയ്ഡറിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് നമുക്കിതൊരു ഫ്രെയിമിലോട്ടാക്കാം. ഇതൊരു പഴയ ഫ്രെയിമാണ്. അതിലെന്താ നമ്മുടെ ഗ്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സുഖമായി. അതങ്ങനെ അതിൽ വെച്ച് കൊടുത്ത് സെക്യൂർ ചെയ്ത് വെച്ചു. അപ്പോൾ നോക്കൂ, അടിപൊളിയായില്ലേ നമ്മുടെ ഫ്രെയിം.